വളത്തിൻ്റെ ഒരു കമ്പനിയാണ്. അതായത് ബൾക്ക് ഫെർട്ടിലൈസർ, അതായത് യൂറിയ, പൊട്ടാഷ് പോലുള്ള വളങ്ങൾ, പിന്നെ സ്പെഷ്യാലിറ്റി നമ്മൾ സ്പ്രേ ചെയ്യുന്ന അങ്ങനത്തെ വളങ്ങൾ രണ്ടും വിൽക്കുന്ന ഒരു കമ്പനിയാണ് കർമ്മി ഫോർട്ടിലൈസർ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വളങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ നമ്മൾ അറിയേണ്ടത്, ഒരു ചെടിക്ക് പല എന്താ പറയുക, നമ്മുടെ ഒരു മനുഷ്യനെ പോലെ തന്നെ പല ജീവിത ഘട്ടങ്ങളുണ്ട് ചെടിക്ക്. ആ ഓരോ ഘട്ടങ്ങളിലും ചെടിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് അത് പല തരത്തിലാണ്. പല തരത്തിലെന്ന് പറയുമ്പോൾ പല വളങ്ങൾ വേണ്ടി വരും. ആ കിട്ടേണ്ട വളങ്ങളുടെ അളവിൽ വ്യത്യാസം കാണും. ഈ കാര്യങ്ങൾ അറിഞ്ഞാണ് നമ്മളൊരു ചെടിക്ക് വളം കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് മെയിനായിട്ട് നമ്മൾ അറിയേണ്ടത്, ചെടിക്ക് വേണ്ട വളങ്ങൾ കുറച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, കാൽസ്യം, മെഗ്നീഷ്യം, ഇങ്ങനെ വളങ്ങളുണ്ട്. ഇത് കുറേ ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നമുക്കൊരു കർഷകൻ എന്ന നിലയിൽ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് ഒരു ചെടിക്ക് ലഭിക്കുക ഏറ്റവും കൂടുതൽ അളവിൽ ഏറ്റവും പ്രധാനമായിട്ട് കിട്ടേണ്ട 3 വളങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ബേസ് വളങ്ങളാണ്. ഈ 3 വളങ്ങളിൽ ഉണ്ടാകുന്ന കുറവോ കൂടുതലോ ചെടിയുടെ പ്രൊഡക്ഷനെയും ചെടിയുടെ അതിൻ്റെ ജീവിതം കംപ്ലീറ്റ് ചെയ്യുന്നതിനും വളരെ മോശമായിട്ട് ബാധിക്കും. അപ്പോൾ അതിൽ ആദ്യം ഞാൻ ഓരോ വളങ്ങളുടെയും ചെറുതായിട്ട് അതിൻ്റെ മെയിൻ ജോലി എന്താണ് അതിന് ചെടിക്ക് കിട്ടേണ്ട ആവശ്യം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്ഥിരമായിട്ടുള്ള കൃഷി രീതിയിൽ ഇപ്പോൾ ഇത്രയും നാളെ ഫോളോ ചെയ്യുന്ന കൃഷി രീതി ഇപ്പം എന്തുകൊണ്ട് മാറ്റണം, അല്ലെങ്കിൽ പുതിയ വളങ്ങൾ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഒരു ആവശ്യകത ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിങ്ങളെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കും. ഇത് ഞാൻ പറഞ്ഞ 3 വളങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനമാണ് നൈട്രജൻ. നൈട്രജൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫുഡ് കഴിക്കുന്നതിൽ സ്റ്റാർച്ച് അതായത് അന്നജത്തിൻ്റെ ജോലിയാണ് നമ്മൾ ചെടിക്ക് നൈട്രജൻ, അതായത് ഊർജ്ജം തരുന്നത്, വളരാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജം തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വളമാണ് നൈട്രജൻ. നമ്മളൊരു ചെടിയിൽ നൈട്രജൻ കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ചെടിക്ക് നല്ലൊരു വളർച്ച, പിന്നെ അതിന് തന്നെ പച്ചപ്പ് കൂടും. ഈ 2 കാര്യമാണ് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അടുത്തതാണ് ഫോസ്ഫറസ് എന്ന വളത്തിൻ്റെ ഏറ്റവും പ്രധാന ജോലി എന്ന് പറയുന്നത് വേരുണ്ടാവുക. ചെടിയിൽ വേരുണ്ടായി അതിൻ്റെ മണ്ണിലുള്ള വളങ്ങൾ കൂടുതൽ വലിച്ചെടുക്കാൻ സഹായിക്കുന്ന മൂലമാണ് ഫോസ്ഫറസ്. അതുപോലെ തന്നെ പൂവുണ്ടാവുന്നതിനും കായായി മാറുന്നതിനും ഇതിനൊക്കെ വളരെ പ്രധാന ജോലി വഹിക്കുന്ന ഒരു മൂലമാണ് ഫോസ്ഫറസ്. അത് കഴിഞ്ഞുള്ളതാണ് പൊട്ടാസ്യം എന്ന് പറയുന്നത് മെയിൻ ജോലി ഒരു അസുഖം വരാതെ, അല്ലെങ്കിൽ നമ്മുടെ ക്ലൈമറ്റിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ തടയാന്നുള്ളത് ചെടിയുടെ എന്താ പറയുക, നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കുന്നതാണ് പൊട്ടാസ്യം. ഇതാണ് 3 മെയിൻ മൂലം. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഒരു ചെടിയുടെ ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ കാ വന്നതിന് ശേഷം ആ കായുടെ ക്വാളിറ്റി, അതിൻ്റെ ഷുഗർ കണ്ടൻറ്റ്, തൊലിയുടെ തിക്നെസ്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പൊട്ടാസ്യം എന്ന വളത്തിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. ഈ 3 വളങ്ങളുണ്ട്. ഈ 3 വളങ്ങളാണ് മെയിൻലി നമ്മൾ ബൾക്ക് ഫെർട്ടിലൈസർ അല്ലെങ്കിൽ യൂറിയ, പൊട്ടാഷ്, DAP അങ്ങനെ വളങ്ങളിലൂടെ സപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ 3 വളങ്ങളിൽ മെയിനായിട്ടുള്ള 3 വളങ്ങളാണ് ഞാൻ പറഞ്ഞത്, യൂറിയ, DAP, പൊട്ടാഷ്. ഈ 3 വളങ്ങളിലൂടെ നമ്മൾ ചെടി മണ്ണിൽ കൊടുക്കുമ്പോൾ ചെടിക്ക് ഏറ്റവും കൂടുതൽ അളവിൽ കിട്ടുന്ന 3 ന്യൂട്രിയൻസ് ആണ് ഞാൻ പറഞ്ഞത്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. യൂറിയ എന്ന് പറയുന്നത് നൈട്രജൻ ഏറ്റവും കൂടുതലുള്ളൊരു വളമാണ്. യൂറിയ, അമോണിയ, അത് പല വളങ്ങളുണ്ട്. നൈട്രജൻ കൂടുതൽ കൊടുക്കുന്ന പല വളങ്ങളുണ്ട്. അമോണിയ എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാൻ കാര്യം, ഒന്ന് അതിൻ്റെ വില, 2 നമ്മൾ ഏകദേശം ഒരു 90% നൈട്രജൻ ആ വളത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളതാണ് ഫോസ്ഫറസ്. അത് DAP എന്ന് പറയുന്ന വളം നമ്മൾ കൊടുക്കുന്നത് ഫോസ്ഫറസ് കിട്ടാനായിട്ടാണ്. പിന്നെ പൊട്ടാഷ്യം, അത് ഇതുപോലെ പൊട്ടാസ്യം കിട്ടാനാണ്. ഇതാണ് ഒരു ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ബൾക്ക് ഫെർട്ടിലൈസർ. ഇത് കൂടാതെ നമുക്ക് എല്ലാവർക്കും ഈ 3 വളങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് എല്ലാവർക്കും അറിയും. ഇതല്ലാതെ വരുന്ന ന്യൂട്രിയൻസ് ഉണ്ട്, അതായത് കാൽസ്യം, മെഗ്നീഷ്യം, സൾഫർ, അങ്ങനെ കുറച്ച് ന്യൂട്രിയൻസ് ഉണ്ട്, ബോറോൺ, അതുപോലെ. ഇതിൽ കാൽസ്യം എന്ന് പറയുന്ന ഒരു വളമുണ്ട്. അത് നമുക്ക് ഏറ്റവും മെയിനായിട്ട് നമ്മളൊരു ബോഡി ആയിട്ട് തന്നെ നോക്കാം. കാൽസ്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലുകളിലുള്ളതാണ്. എല്ലിൻ്റെ ജോലി എന്താ, നമുക്കൊരു പ്രൊട്ടക്ഷൻ തരിക, നമുക്കൊരു സ്റ്റിഫ്നെസ് തരിക. ഇതാണ് കാൽസ്യത്തിൻ്റെ മനുഷ്യനിലുള്ള ജോലി. ഇതേ ജോലി തന്നെയാണ് ചെടിയിലും ഉള്ളത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ഏലം എടുക്കും. ഏലത്തിന് കാൽസ്യം കൃത്യമായിട്ടുള്ള അളവിൽ ഏലത്തിന് കാൽസ്യം ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഏലത്തിൻ്റെ തോടിന് നല്ല ഷൈനസ് ഉണ്ട്, നല്ല കട്ടി കാണും. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കുറയും. അതുപോലെ തന്നെ കീടങ്ങളുടെ ആക്രമണം കുറയും. അതിൻ്റെ ഔട്ടർ കവറിങ് നല്ല കട്ടിയാണ്.
പിന്നെ ഇതുപോലെ തന്നെ ചെടിയുടെ വളർച്ചയ്ക്കും കാൽസ്യം നല്ല റോൾ കളിക്കുന്നുണ്ട്. പിന്നെയുള്ളതാണ് മെഗ്നീഷ്യം. നമ്മൾ കേട്ടിട്ടുണ്ടാവും ക്ലോറോഫിൽ എന്ന് പറയുന്ന, അതായത് നമ്മുടെ ചെടിയിൽ ന്യൂട്രിയൻ ഉണ്ടാക്കുന്നത്, അത് ആഹാരം ഉണ്ടാക്കുന്നത് ഈ ക്ലോറോഫിൽ യൂസ് ചെയ്തിട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മെഗ്നീഷ്യം. മെഗ്നീഷ്യം നമ്മൾ ആവശ്യത്തിനായി കൊടുത്താൽ ചെടിക്ക് ന്യൂട്രിയൻ ഉണ്ടാക്കാനുള്ള എബിലിറ്റി കൂടും. പിന്നെ അതുപോലെ തന്നെ റെസിസ്റ്റൻസും കൂടും. പിന്നെയുള്ളതാണ് സൾഫർ. സൾഫറിനും അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട്. അത് എൻസൈം പ്രൊഡക്ഷൻ, ചെടിക്ക് ആവശ്യമായിട്ടുള്ള എൻസൈമുകൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഈ നമുക്കത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, കാര്യം ഈ ഓയിൽ സീഡുകളുണ്ട്, അതായത് നമ്മുടെ ഈ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളുണ്ട്. അതിന് ഈ എണ്ണ ഉൽപ്പാദനം കൂട്ടാനായിട്ട് സൾഫറിൻ്റെ കണ്ടന്റ് കൂടുതലാണ്. അതുപോലെ അടുത്തതാണ് ബോറോൺ. ബോറോൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളത്, ഏറ്റവും കൂടുതൽ കേരളത്തിൽ പോണ ഒരു മൈക്രോ ന്യൂട്രിയൻ്റാണ് ബോറോൺ. അതിൻ്റെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത് പരാഗണം നടക്കുന്ന സമയത്ത് സക്സസ്ഫുള്ളായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന മൂലകമാണ് ബോറോൺ. അത് കഴിഞ്ഞുള്ള മറ്റൊരു പ്രധാനപ്പെട്ടതാണ് സിങ്ക്. സിങ്കിൻ്റെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത് ചെടിയുടെ പച്ചപ്പ് നിർത്തുക. ഓക്സിൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, അത് ഹോർമോണാണ്, ചെടിയിലുള്ള ഒരു ഹോർമോണാണ് ഓക്സിൻ. ആ ഓക്സിൻ്റെ ജോലി എന്ന് പറയുന്നത് ചെടിയെ വളർത്തുക എന്നുള്ളതാണ്. ചെടിയുടെ അറ്റത്താണ്, അതായത് വളർച്ച വരുന്ന ആ അറ്റത്താണ് ഓക്സിൻ കാണുന്നത്. അപ്പോൾ നമ്മൾ സിങ്ക് കൊടുക്കുമ്പോൾ ചെടിയുടെ വളർച്ച കൂടി എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനൊക്കെ സഹായിക്കും. ഇതാണ് ഈ മെയിൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മൂലകങ്ങളും അതിൻ്റെ ജോലി. ഇനി നമ്മൾ ഇത്രയും നാൾ നമ്മൾ ചെയ്തു വന്ന ട്രഡീഷണൽ നമ്മുടെ പാരമ്പര്യ കൃഷി രീതി, അതായത് കൂടുതൽ നമ്മുടെ ജൈവ വളങ്ങൾ യൂസ് ചെയ്ത്, പിന്നെ കുറച്ച് യൂറിയ, പൊട്ടാഷ്യം ഇങ്ങനെ മാത്രമേ യൂസ് ചെയ്ത് വന്ന ഒരു ജൈവ രീതിയാണ് നമ്മൾ കുറേ നാളായിട്ട് ഫോളോ ചെയ്ത് വരുന്നത്. അത് മോശമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. മണ്ണിന് ഏറ്റവും നല്ലതും നമ്മുടെ പൂർവികന്മാരായിട്ട് കൊണ്ടുവന്ന രീതിയാണ്. അതിന് ഒരുപാട് മെച്ചങ്ങളും ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. എവിടെയാണ് ഇതിന് വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഇപ്പം ഒരു 10 കൊല്ലം മുമ്പുള്ള കാലാവസ്ഥയും ഇന്നത്തെ കാലാവസ്ഥയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള നല്ലൊരു ഡിഫറൻസ് കാണാൻ പറ്റും. കാലാവസ്ഥയിലുണ്ടായ വലിയൊരു മാറ്റം നമ്മുടെ മൊത്തത്തിലുള്ള അന്തരീക്ഷത്തിനെ മാറ്റിയിട്ടുണ്ട്, മണ്ണിൻ്റെ ഘടനയെ മാറ്റിയിട്ടുണ്ട്. ഈവൻ മനുഷ്യർക്ക് വരുന്ന അസുഖങ്ങളും നമ്മുടെ ആരോഗ്യവും കാലാവസ്ഥ മാറിയനുസരിച്ച് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതേ റീസൺ കൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു പുതിയ രീതിയിലൊരു കൃഷി കൊണ്ടുപോകേണ്ട ആവശ്യം. കാര്യം നമ്മൾ പണ്ട് ഉള്ള ഒരു കാലാവസ്ഥയിലും ആ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ കണ്ടീഷനിലും നമ്മൾ കൊടുക്കുന്ന വളങ്ങളിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ചാണകമോ അല്ലെങ്കിൽ യൂറിയ മാത്രമൊക്കെ ഇടുമ്പോൾ ചെടി ആ വളത്തിൽ നിന്ന് എടുക്കുന്ന ചെടിയുടെ പവർ, അത് ഈ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ വളരെ മോശമാണ്. പിന്നെ ഇപ്പോൾ വരുന്ന അസുഖങ്ങൾ നമുക്ക് തന്നെ അറിയാം. ഇപ്പം പണ്ടൊന്നും ഇല്ലാത്ത ഓരോ ദിവസവും പുതിയ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ചെടിയിലും. ഇപ്പം ഞാൻ ഈ ഫീൽഡിൽ ടെക്നിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഈവൻ എനിക്ക് തന്നെ അറിയാത്ത പുതിയ അസുഖങ്ങൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെടിയിൽ ഇപ്പോൾ ഒരു ഫീൽഡിൽ പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്ന അസുഖങ്ങൾ മുമ്പ് അങ്ങനെ കാണില്ല, പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വളം കൊടുക്കുന്നതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെടിയുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് വളത്തിന് ഇപ്പോൾ നല്ല റോളുണ്ട്. അതായത് നമ്മൾ മുമ്പ് കഴിച്ചിരുന്ന ആഹാരവും ഇപ്പോൾ ആൾക്കാർ കഴിക്കാൻ പറയുന്ന ആഹാരം തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടാണ് പണ്ടത്തെ ഒരു ആഹാര രീതിയിൽ നമ്മൾ ചെറുതായിട്ട് മാറി പുതിയൊരു ആഹാര രീതി ഫോളോ ചെയ്യാനായിട്ട് ഡോക്ടർമാരൊക്കെ അഡ്വൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് പണ്ട് നമ്മൾ ഫോളോ ചെയ്തിരുന്ന വളങ്ങളുടെ ആ ഒരു രീതി, അതൊരിക്കലും തെറ്റെന്നോ അതിന് കുറവുണ്ടെന്നോ അല്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സറൗണ്ടിങ്ങുമായിട്ട് മാച്ചായി പോകാൻ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ ആ ട്രഡീഷണൽ രീതിയിൽ വരുത്തണം. അതിൽ ഏറ്റവും വലിയ മാറ്റമാണ് വാട്ടർ സോലുബിൾ ഫെർട്ടിലൈസർ, അല്ലെങ്കിൽ വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ. നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ വളങ്ങളും മണ്ണിലിടുക എന്നുള്ളതാണ്. ചെടിയുടെ താഴെ മൂട്ടിൽ ചുറ്റും ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ട്രഡീഷണലായിട്ട് പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തു വന്ന വള രീതി. അതിപ്പോൾ ജൈവ വളങ്ങളായാലും അതുപോലെ യൂറിയ പോലുള്ള വളങ്ങളായാലും നമ്മൾ അതിൻ്റെ മൂട്ടിലിട്ട് കൊടുക്കാനുള്ള രീതി മാത്രമേ നമുക്കുള്ളായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് വെയിൽ, മഴ ഇതൊക്കെ വരുന്നത്. നമ്മൾ ചിലപ്പം ഒരു സാഹചര്യം ഇപ്പം ഇന്നിങ്ങനെ നിൽക്കുന്ന ഈ അറ്റ്മോസ്ഫിയർ നാളെ ചിലപ്പോൾ ഒരു 5-6 ദിവസം കണ്ടിന്യൂസ് മഴയായിരിക്കും. അപ്പോൾ ഒരിക്കലും ഒരു കർഷകന് ഇന്ന് അതിന് ചെടിയിൽ വളം കൊടുത്തു കഴിഞ്ഞാൽ അത് ചെടിക്ക് എടുക്കാവുന്ന സമയം ആ ചെടിയിൽ കിട്ടില്ല. കാര്യം ഒരു വളം നമ്മൾ മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് വിഘടിച്ച് ചെടി എടുക്കണമെങ്കിൽ മിനിമം എടുക്കാൻ തുടങ്ങണമെങ്കിൽ തന്നെ മിനിമം 2 to 3 days 2 to 3 ദിവസം വേണം അത് മാറി ചെടി എടുത്ത് തുടങ്ങണമെങ്കിൽ. പക്ഷെ ആ ഒരു ഗ്യാപ്പ് നമുക്കിപ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് വെള്ളത്തിൽ ലയിച്ചിട്ട് നമ്മൾ വളങ്ങൾ സ്പ്രേ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്. നമ്മളിപ്പോൾ വളം കൊടുക്കുകയാണെങ്കിൽ
ഒരു 2 hour 3 hour കഴിയുമ്പോൾ തൊട്ട് തന്നെ ചെടിക്ക് ആ ന്യൂട്രിയൻ്റ് എടുക്കാൻ പറ്റും. ആ രീതിയിലുള്ള വളങ്ങളാണ് ഇപ്പോൾ കമ്പനികൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആ വളങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഡിമാൻഡ് വരുന്നത്. കാര്യം പെട്ടെന്നുള്ള വളങ്ങളുടെ സപ്ലൈ കിട്ടുക, കാര്യം നമ്മളെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ അവൈലബിലിറ്റി കുറയ്ക്കാതിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലോണം നോക്കേണ്ട ആവശ്യകത ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ട്. അതുകൊണ്ടാണ് വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡിമാൻഡ് വരുന്നത്. നമ്മൾ ട്രഡീഷണലായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന എല്ലാ വളങ്ങളും, യൂറിയ, DAP അങ്ങനത്തെ എല്ലാ വളങ്ങളും ഇപ്പോൾ വാട്ടർ സോളിബിളായിട്ടുള്ള വളങ്ങളായിട്ട് റിപ്ലേസ് ചെയ്യുന്നുണ്ട്. ഇത് 2 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ ചെടി പെട്ടെന്നുണ്ട്. രണ്ടാമത്തത് നമ്മൾ താഴെ മണ്ണിലിടുന്നതിൻ്റെ 4/1 അളവ് പോലും വേണ്ട നമുക്ക് ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ്. കാര്യം മറ്റേത് റൂട്ട് വേരെടുത്ത് അതിൻ്റെ ഇലയുടെ പല ഭാഗത്ത് എത്തിക്കണമെങ്കിൽ കുറേ സമയം എടുക്കും. രണ്ടാമത് നമ്മൾ ഇടുന്ന ഇപ്പം ഫോർ എക്സാമ്പിൾ യൂറിയ ഞാൻ പറഞ്ഞു, യൂറിയ നമ്മളൊരു 100 കിലോ യൂറിയ ചെടിയിൽ ഇടുകയാണെങ്കിൽ അതിൻ്റെ 16-17% മാത്രമേ ചെടി യൂസ് ചെയ്യുള്ളൂ. ബാക്കി ഫുള്ള് ലോസ് ആവുകയാണ്. മണ്ണിലിടുന്ന യൂറിയ പോലുള്ള വളങ്ങൾ 16-17, ഓരോ വളത്തിലും വ്യത്യാസമുണ്ട്. ഞാൻ യൂറിയയുടെ കാര്യം, നമ്മൾ അറിയുന്ന വളമായിട്ട് യൂറിയയുടെ കാര്യം പറഞ്ഞു, 16-17% മാത്രമേ ചെടി എടുക്കത്തുള്ളൂ. ബാക്കി വേസ്റ്റായിട്ട് പോകും. അതേ സ്ഥാനത്ത് ഈ വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ നമ്മൾ ഇലയിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഈ എടുക്കുന്നതിൻ്റെ അളവ് 80-85%, 80-85% വരെ പോകും. അപ്പോൾ നമുക്ക് അത്രയും വളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. ഇത് രണ്ടുമാണ് നമ്മൾ വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ അതിന് കുറച്ച് എക്സാമ്പിളുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഓരോ ചെടിയുടെ ഓരോ ഘട്ടത്തിന് ഓരോ വളം വേണമെന്നുണ്ട്. നമ്മളൊരു ചെടി നടുന്ന സമയത്ത് അതിന് ഏറ്റവും കൂടുതൽ വേണ്ട 2 വളങ്ങളാണ് നൈട്രജനും ഫോസ്ഫറസും. നൈട്രജൻ എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വിത്ത് ഭാഗമാണെങ്കിൽ അതിൻ്റെ മുള പുറത്ത് വരാനും ആ മുള വളരാനുമായിട്ടാണ് നൈട്രജൻ്റെ പേര്. ഇനി ഫോസ്ഫറസ് എന്തിനാണെന്ന് വെച്ചാൽ വേര് നല്ലോണം വന്ന് ചെടി നമ്മൾ നടുന്ന സമയത്ത് അല്ലെങ്കിൽ പാവുന്ന സമയത്താണ് വേരിന് ഏറ്റവും കൂടുതൽ വളർച്ച വരുന്നത്. അപ്പം ആ 2 ജോലിയും ചെയ്യാനായിട്ട് നൈട്രജനും ഫോസ്ഫറസും ഏറ്റവും കൂടുതൽ വേണം. പിന്നെ അത് കുറച്ച് അങ്ങോട്ട് പോയി പൂവിടുന്ന ഒരു ടൈമിലോട്ട് നമുക്ക് കൂടുതൽ വേണ്ടത് ഫോസ്ഫറസ് വളം കൂട്ടണം. ബോറോണും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. എന്തിനാണെന്ന് വെച്ചാൽ ബോറോൺ പരാഗണം സക്സസ്ഫുൾ ആവാനായിട്ട്. ഫോസ്ഫറസ് ചെടിയുടെ പൂ ഉണ്ടാകുന്ന കഴിവ്, അതുപോലെ തന്നെ മൊത്തത്തിലുള്ള വളർച്ച, ഇതൊക്കെ കൂട്ടാനായിട്ട് ഫോസ്ഫറസും വേണം. അത് കഴിഞ്ഞ് ആവാൻ തുടങ്ങി. ആവുമ്പോൾ ഫോസ്ഫറസ് കുറച്ചിട്ട് പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയ വളങ്ങളുണ്ട്. പൊട്ടാസ്യം എന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന കായുടെ ക്വാളിറ്റി, കളറ്, അതിൻ്റെ തൊലിയുടെ കട്ടി, ഷുഗർ കണ്ടൻറ്റ്, ഇതൊക്കെ കൂട്ടാനായിട്ട് പൊട്ടാസ്യം കൂടുതലുണ്ട്. ഇത് എല്ലാ ചെടിയുടെ കാര്യത്തിലും ഇത് ഫിക്സാണ്. നമ്മളിപ്പോൾ എന്തോ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ പച്ചക്കറിയാണ് കൃഷി ചെയ്യുന്നത്, അല്ല നെല്ലാണ്, അതല്ലെങ്കിൽ വേറെ വാഴയാണ്, ഏത് ചെടിയാണെങ്കിലും ഈ 3 കാര്യം കൃത്യമാണ്. നമ്മൾ നടുന്ന സമയത്ത് നൈട്രജനും ഫോസ്ഫറസും കൂടുതൽ വേണം. കുറച്ച് പൂ തുടങ്ങുന്ന സമയത്ത് ഫോസ്ഫറസും ബോറോണുമാണ് ചെടിക്ക് കൂടുതൽ ആവശ്യം. കായാവുന്ന സമയത്ത് പൊട്ടാസ്യം, ഫോസ്ഫറസ്, നൈട്രജനും ഫോസ്ഫറസും കുറച്ച് മതി. കൂടുതൽ വേണ്ടത് പൊട്ടാസ്യം. ഈ 3 കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് സിമ്പിളാണ്. നമുക്കൊരു സാധാ വീട്ടിൽ കൃഷി ചെയ്യുന്ന ഒരാൾക്കും ഇത് ഫോളോ ചെയ്യും. ഇത് വലിയ എന്താ പറയുക, നമ്മൾ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയണ്ട. ഈ 3 ലോജിക്ക് അറിഞ്ഞാൽ തന്നെ നമുക്കൊരു വളം വാങ്ങാൻ പോകുന്നു. അപ്പോൾ നമുക്കൊരു വളം, ഒരു കമ്പനിയുടെ ഒരാൾ വരികയാണ്, നിങ്ങളോടൊരു വളത്തിൻ്റെ കാര്യം പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലോജിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് അയാളുടെ തന്നെ ചോദിക്കാം. ഇപ്പോൾ ഒരാൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചെടിക്കൊക്കെ ഇപ്പോൾ നൈട്രജൻ കൂടുതലുള്ളൊരു വളം റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇപ്പോൾ നൈട്രജൻ എന്ന്. കാര്യം നൈട്രജൻ എന്ന് പറയുന്ന ഒരു വളം നമ്മൾ കായുള്ള സമയത്ത് ചെടിക്ക് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, ജ്യൂസ് എന്ന് പറയും, ചെടിയുടെ ആ ഒരു ജ്യൂസിനെസ് അത് കൂടും. നമ്മുടെ കായത്തിലൊക്കെ ആണെങ്കിൽ ജ്യൂസിനെസ് കൂടും. അപ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കീടങ്ങളൊക്കെ നല്ലോണം ആകർഷിച്ച് വരും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ നൈട്രജൻ കുറച്ചിട്ട് പൊട്ടാസ്യം വേണം കൂടുതൽ വരും. ഇങ്ങനെ ചെറിയ ലോജിക്കുകളേ ഉള്ളൂ. കൃഷി ചെയ്യാനായിട്ട് ചെറിയ ലോജിക്കുകളേ ഉള്ളൂ. ഇത് വലിയ സയൻറ്റിഫിക്കായിട്ടൊന്നും അറിയണമെന്നുള്ള നിർബന്ധമില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ. പിന്നെ വേറെ ഒന്ന്, നമ്മൾ ഒരാളൊരു വളം വാങ്ങുമ്പോൾ അതിലുള്ള ന്യൂട്രിയൻറ്റുകൾ നോക്കാം എന്തൊക്കെയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ഈ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇതെല്ലാം ഉണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ ചെടിയുടെ ഈ ഒരു കണ്ടീഷനിൽ ഈ വളങ്ങൾ ഇത്ര എനിക്ക് ആവശ്യമുണ്ടോ എന്ന് എനിക്ക് ജഡ്ജ് ചെയ്തുകൂടെ. ഇപ്പോൾ ഒരു ചെടി ഞാൻ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നൈട്രജൻ കൂടുതലുള്ളത് വളം എനിക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമുക്ക് തന്നെ ഒരു ജഡ്ജ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ സമയത്ത് ഈ വളം
ഉപയോഗിക്കണോ, ഈ സമയത്ത് എനിക്ക് വളത്തിൻ്റെ ആവശ്യമുണ്ടോ, ഇതൊക്കെ നമുക്ക് തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ളൊരു വളത്തിൻ്റെ രീതി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേറൊരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. നമ്മൾ ഈ നമുക്ക് ഈ കാര്യങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ കൊറോണ വന്ന് കുറേ ആൾക്കാർക്ക് നല്ല ബുദ്ധിമുട്ട് വന്നു. ആ സമയത്ത് ഡോക്ടർമാർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല ഇമ്മ്യൂണിറ്റിയും നല്ല ആരോഗ്യമുള്ള ആൾക്കാർക്ക് കൊറോണ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ റിക്കവറാവും. കൂടുതൽ എഫക്റ്റായത് ഈ അസുഖങ്ങൾ മുമ്പേ അസുഖങ്ങളുള്ളവരോ അല്ലെങ്കിൽ വീക്കായിട്ടുള്ള ആൾക്കാരോ. ഇതുപോലെ തന്നെയാണ് ഒരു ചെടിയുടെ കാര്യം. പെട്ടെന്നൊരു അസുഖം വരാതിരിക്കാൻ നോക്കാമെന്ന് പറയുന്നത് നമുക്ക് നോക്കാം, പക്ഷെ അത് നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെടിക്ക് വേണ്ട ന്യൂട്രിയൻസ് കൃത്യമായിട്ട് കൊടുത്ത് ചെടിയെ ആരോഗ്യപരമായിട്ട് നോക്കുക എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഇതിന് പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളത്തിലുള്ള മണ്ണെന്ന് പറയുന്നത് അമ്ലത്വം കൂടുതലുള്ള മണ്ണാണ്, ആസിഡ് സ്വഭാവം കൂടുതലുള്ള മണ്ണാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ ഈ ആസിഡ് സ്വഭാവം കൂടുതലുള്ള മണ്ണിൽ നമ്മൾ എന്ത് വളം പ്രയോഗിച്ചാലും അതിൻ്റെ ചെടിക്ക് എടുക്കാനുള്ള കഴിവ് കുറയും. ആ ഒരു കാര്യവും നമ്മുടെ ഈ വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളുടെ ഒരു അഡ്വാൻറ്റേജാണ്. കാര്യം നമ്മളത് കൊടുക്കുന്നത് ചെടിയിൽ ഡയറക്റ്റാണ്, നമ്മൾ മണ്ണിൽ കൊടുക്കുന്നില്ല. അപ്പോൾ ഈ അസിഡിറ്റി എഫക്റ്റ് ചെയ്യുന്നതേ ഇല്ല. പിന്നെ വേറെ ഒന്ന്, ഇത് നമുക്ക് എല്ലാം നമുക്ക് വെള്ളത്തിൽ അതായത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നടുന്ന സമയത്ത് എന്തായാലും നമ്മൾ അടിവളം ചെയ്ത് വെക്കുന്നത്. അപ്പം അതിനായിട്ട് മണ്ണിൻ്റെ pH ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മളെ കമ്പനി കുറച്ച് മണ്ണ് കളക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ സ്റ്റാഫ് ഉണ്ട്, പുള്ളി അറേഞ്ച് ചെയ്ത് കുറച്ച് സാമ്പിളുകൾ ഇവിടെ നേടും. ആർക്കും താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കാം. നമ്മൾ pH കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് റിപ്പോർട്ട് തരും മണ്ണിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും മണ്ണിൽ എന്തൊക്കെ ഉണ്ട്, അതിൻ്റെ അസിഡിറ്റി എന്താണ്. 100% നമ്മളിവിടെയുള്ള എല്ലാ മണ്ണിനും അസിഡിറ്റി കൂടുതലാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പണ്ട് ഇട്ടുകൊണ്ടിരുന്നൊരു കാര്യമാണ് ലൈം, കക്ക ഒടിച്ചിടുക, ചുണ്ണാമ്പിടുക, അങ്ങനത്തെ രീതികൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു മോശവശം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വശം എന്താണെന്ന് വെച്ചാൽ, പണ്ട് നമ്മുടെ ട്രഡീഷണലായിട്ട് പണ്ടുള്ള ആൾക്കാർ അത് ഇടുന്നതും നമ്മുടെ ഇപ്പോൾ ഇടുന്നതും തമ്മിലുള്ള വ്യത്യാസം, പണ്ടുള്ള ആൾക്കാർ ചാണകം അതുപോലെയുള്ള വളങ്ങളാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അതൊന്നും മണ്ണിൻ്റെ ആരോഗ്യത്തെ അത് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ, യൂറിയ പോലുള്ള വളങ്ങൾ നല്ലോണം ഉപയോഗിക്കുന്നത്. ഇത് മണ്ണിൻ്റെ ആരോഗ്യത്തെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ഏക്കർ സ്ഥലത്ത് ഞാൻ 25 കിലോ ജനറൽ റെക്കമെൻഡേഷൻ ആണ് സാധാരണ അതിൻ്റെ അസിഡിറ്റി കറക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മണ്ണിന് കറക്റ്റ് pH ആക്കാൻ വേണ്ടി 25 കിലോ ലൈം ജനറൽ റെക്കമെൻഡേഷനാണ്. 25 കിലോ ലൈം, പിന്നെ 25 കിലോ ലൈം ഇടുകയാണ്. ആ 25 കിലോ ലൈം 0.1 അസിഡിറ്റി മാറ്റണമെങ്കിൽ കുറഞ്ഞത് 6 to 8 മാസം എടുക്കും. 0.1% ഇന്നത്തെ ഒരു മണ്ണിൻ്റെ കണ്ടീഷൻസ്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ ട്രഡീഷണലായിട്ടുള്ള കക്ക ഇടുന്നതോ അല്ലെങ്കിൽ ലൈമിനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് അതാണ്. അപ്പം അതിന് പകരമായിട്ട് ഇപ്പോൾ സോയിൽ കണ്ടീഷണേഴ്സ് എന്ന് പറഞ്ഞ് കുറച്ചൊരു ക്ലാസ് ഓഫ് വളങ്ങളുണ്ട്. അതിൽ മെയിനായിട്ടുള്ള 3 ന്യൂട്രിയൻ്റാണ് കാൽസ്യം, മെഗ്നീഷ്യം, സൾഫർ. ഇത് പെട്ടെന്ന് മണ്ണിൽ ഡിസോൾവ് ചെയ്ത് അതിൻ്റെ pH മാറ്റുന്ന രീതിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ കമ്പനീസ് ഇറക്കുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, ഞാനീ പറഞ്ഞ 6 to 8 months എന്ന് പറയുന്നത് ഒരു 15 to 20 days ആയിട്ട് ചുരുക്കാൻ ഈ വളങ്ങളെ കൊണ്ടുവരും. അതായത് ഞാൻ പറഞ്ഞ ഈ pH കറക്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ വരുന്ന സോയിൽ കണ്ടീഷണർ വളങ്ങൾക്ക് ഒരു 15 to 20 days മതിയാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ വളങ്ങൾ ട്രഡീഷണലായിട്ട് വളങ്ങളുണ്ട്. ഈ ട്രഡീഷണൽ വളങ്ങൾ ഒരിക്കലും മോശമാണെന്നോ അല്ലെങ്കിൽ അതിന് എഫക്റ്റ് തരാൻ പറ്റില്ല എന്നോ അല്ല പറയുന്നത്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ സാഹചര്യങ്ങളും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം, പണ്ടത്തെ പോലെ കൃഷി ചെയ്യാനായിട്ട് രാവിലെ ഇറങ്ങി വൈകുന്നേരം വരെ തോട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർ കുറവാണ്, ഇല്ലെന്നല്ല കുറവാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ള സമയം മാക്സിമം കൃത്യമായിട്ട് ചെടിക്ക് ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ, നമുക്ക് ഏറ്റവും വരുമാനം കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കുക. ആ ഒരു കാര്യം ചെയ്യാനായിട്ടാണ് നമ്മൾ ഇതുപോലുള്ള വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളും സ്പ്രേ ചെയ്യാൻ പറ്റുന്ന വളങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പച്ചക്കറിയൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ പച്ചക്കറിയൊക്കെ എടുത്ത് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചെടി അങ്ങ് ഡൗൺ ആവും, ഒരു വാടുന്ന പോലെ. ആ സമയത്ത് നമുക്ക് 13.45 വളമുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ചെടി പെട്ടെന്നൊന്ന് ബൂസ്റ്റ് ആവുകയും ചെയ്യും, അതിൻ്റെ എനർജി കിട്ടുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ കൊടുക്കാവുന്ന ഒന്നാണ് നമ്മുടെ എല്ലാ ബേസിക് ന്യൂട്രിയൻസും വരുന്ന ഒരു വളമുണ്ട്. ബയോ-20 എന്നാണ് അതിൻ്റെ പേര്. അത് ഇവിടെ അവൈലബിൾ ആണെന്ന് എനിക്ക് അറിയില്ല. അത് ബയോ-20 എന്ന് പറയുന്ന വളമുണ്ട്. അതിലെ എല്ലാ ന്യൂട്രിയൻസും
പ്ലസ് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. അതായത് സീഡ്, ബോറോൺ, മെഗ്നീഷ്യം പോലുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൂസ്റ്റ് കൊടുക്കുക. നമ്മൾ തളർന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു ബൂസ്റ്റ് കൊടുക്കുക, അയാൾക്കൊരു എനർജി കയറുന്നത് പോലെ പെട്ടെന്ന് ബൂസ്റ്റ് വരുന്ന ഒരു സാധനമാണ് ബയോ20 പോലുള്ള വളങ്ങൾ. ഇതൊക്കെ ലിക്വിഡ് വളങ്ങളാണ്. ഇത് ഒന്നും ചെയ്യണം, നമ്മൾ വെള്ളത്തിൽ ഒരു 5 മില്ലിയാണ് അതിൻ്റെ ഡോസ് പറയുന്നത്. അത് വെള്ളത്തിൽ കലക്കുക, സ്പ്രേ ചെയ്യുക. വളരെ സിമ്പിളാണ്, യൂസ് ചെയ്യുക ഭയങ്കര എളുപ്പമാണ്. നമ്മളെ വീട്ടുതോട്ടങ്ങളും അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു 250 ml മേടിച്ച് വെച്ചിരുന്നാൽ ആ ഒരു സീസൺ മുഴുവൻ ഉപയോഗിക്കാം. ഇത് ആ ടൈമിൽ മാത്രമല്ല, നിങ്ങൾക്ക് എപ്പം ചെടിയൊക്കെ ഡൗൺ ആവുന്നതായിട്ട് തോന്നുന്നു അപ്പോൾ ഒന്ന് സ്പ്രേ ചെയ്താണ് പെട്ടെന്ന് ചെടി വീട്ടിട്ട് ആ ഒരു ഹെൽത്ത് വീണ്ടും അതിന് കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ഇത് നൈട്രജൻ വരുന്ന വളമാണ്. നൈട്രജൻ വരുന്ന ഏത് വളമായാലും, നൈട്രജൻ കൂടുതലുള്ള ഏത് വളമായാലും മഴയുള്ള ടൈമിൽ സ്പ്രേ ചെയ്യുന്നു. സ്പ്രേ ചെയ്യുന്നത് മഴയുള്ള ടൈമിൽ ഒരു വളങ്ങളും, ഇപ്പം ഞാൻ പറയുന്ന വളമല്ല, ഏത് വളമായാലും നൈട്രജൻ അതിൽ അടങ്ങിയിട്ടുണ്ടോ അത് മഴയുള്ള സമയത്ത് സ്പ്രേ ചെയ്യുന്നത്. അല്ലെങ്കിൽ പൊട്ടാസ്യം അതിനേക്കാളും കൂടുതലായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞത് 13.45, അതിൽ പൊട്ടാസ്യം നല്ല കൂടുതലാണ്. അതുകൊണ്ട് പൊട്ടാസ്യം ആ ഒരു റെസിസ്റ്റൻസ് കൊടുത്തോളൂ. അതുകൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്യാം. അത് സ്പ്രേ ചെയ്താൽ വലിയ കുഴപ്പമില്ല. പക്ഷേ നൈട്രജൻ കൂടുതലുള്ള, അതായത് ഈക്വൽ റേഷ്യോയിൽ നൈട്രജൻ വരുന്ന വളങ്ങൾ ഒന്നും മഴ പെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ചെടിക്കൊരു അസുഖം വന്ന് നിൽക്കുന്ന സമയത്തോ ഒന്ന് സ്പ്രേ ചെയ്യരുത്. ഈ 13.45 നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന മരുന്നുകളുടെ കൂടെ, ചെടി കഴിക്കുന്ന മരുന്നുകളുണ്ടല്ലോ, അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന വളമാണ് 13.45. പച്ചക്കറി ഉള്ളവർക്കും വാഴയുള്ളവർക്കും അങ്ങനെ ഒരുവിധം എല്ലാ ക്രോപ്പുകൾക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വളമാണ്. അത് നമ്മുടെ മരുന്ന് ഇൻസെക്ടിസൈഡോ പെസ്റ്റിസൈഡോ ഒക്കെ അടിക്കുമ്പോൾ അതിൻ്റെ കൂടെയും ചെയ്യാം. ഇത് ഇങ്ങനത്തെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് നമുക്ക്. അതായത് നമ്മളിപ്പോൾ എല്ലാവരും ഇവിടെ നമുക്ക് അത്ര ഉണ്ടോ എനിക്കറിയില്ല, ഇടുക്കിയിലൊക്കെ ആണെങ്കിൽ അവർ സ്പ്രേ നല്ലോണം ചെയ്യും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഒരു വളം സ്പ്രേ ചെയ്യുമെന്ന് പറയുമ്പോൾ അവർക്കുള്ള ബുദ്ധിമുട്ടാണ്. ആളെ വിളിച്ച് സ്പ്രേ ചെയ്യിക്കുന്ന ഒരു പാടാണ്. പിന്നെ അവർക്ക് സ്പ്രേ ചെയ്യാനായിട്ട് ടൈം കാണില്ല. ഇപ്പോൾ ഉള്ള വളങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും അസുഖം കാണുമ്പോൾ എന്തായാലും മരുന്നടിക്കും. കൃഷിയുള്ളവർ എന്തായാലും മരുന്നടിക്കും. ആ മരുന്നിൻ്റെ കൂടെ തന്നെ പോണ വളങ്ങളുണ്ട്. ഈ 13.45 അതിനൊരു എക്സാമ്പിളാണ്. അങ്ങനത്തെ വളങ്ങൾ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, നമുക്ക് ഒരു സ്പ്രേയിൽ ചെടിക്ക് വേണ്ട മരുന്നും കൊടുക്കാം, അതിന് വേണ്ട ന്യൂട്രിയൻറ്റും കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒരിക്കലും കൃഷി എന്ന് പറയുന്നത് വലിയൊരു ഭയങ്കര നമ്മൾ കുറേ നാളിരുന്ന് കഷ്ടപ്പെട്ടതിനെക്കുറിച്ച് പഠിച്ചിട്ട് ചെയ്യേണ്ട കാര്യം. നമുക്ക് കുറച്ച് ലോജിക്കുകൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ ആരെങ്കിലും ഒരു വളം റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ജോലി, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ചെയ്യുന്നത്, എന്താ ഇതിൻ്റെ ഉപയോഗം, ഇത് ചോദിച്ചിട്ട് നമ്മൾ വളം മേടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം എൻ്റെ ചെടിക്ക് എന്തൊക്കെ വളങ്ങൾ കൊടുക്കണമെന്നുള്ളത് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. ഇത്രയാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഫാം ഗോൾഡ് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമിക് ആസിഡാണ്. ഹ്യൂമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അതൊരു ചെടിയുടെ വേര് കൂട്ടാനായിട്ടുള്ളൊരു എന്താ പറയുക, നമ്മുടെ എൻസൈം പോലത്തെ ഒരു സാധനമാണ് ഹ്യൂമിക് ആസിഡ്. അത് കൂടുതലായിട്ട് അടങ്ങിയൊരു വളമാണ് ഫാം ഗോൾഡ്. അത് വേറൊരു ഉപയോഗമുണ്ട്. നമ്മൾ സപ്ലൈ ചെയ്യുന്ന ന്യൂട്രിയൻസ്, അതായത് യൂറിയ, പൊട്ടാഷ്യം പോലുള്ള ന്യൂട്രിയൻസ് നമ്മൾ മണ്ണിലിടുകയാണെങ്കിൽ അതിൻ്റെ ചെടീനെ എടുക്കാനുള്ളൊരു കഴിവ്, നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞു 60 to 70% നോർമൽ കണ്ടീഷനിൽ ഒരു ചെടി എടുക്കുള്ളൂ. നമ്മളൊരു ഇപ്പം നെല്ല് പാവി, ഞാൻ അതിന് അടിവളമായിട്ട് യൂറിയയും DAP കൂടെ ഇട്ടു. ആ ഇടുന്നതിൻ്റെ മാക്സിമം 16-17% ചെടിക്ക് എടുക്കാനുള്ളൊരു കഴിവുണ്ട്. ബാക്കിയെല്ലാം ലോസാവാം. പക്ഷെ നമ്മൾ ഈ ഫാം ഗോൾഡ് ഹ്യൂമിക് ആസിഡ് അടങ്ങിയ വളങ്ങൾ കൊടുക്കുമ്പോഴുള്ള ഉപയോഗം, ഒന്ന് റൂട്ടിൻ്റെ വളർച്ച കൂടും, രണ്ടാമത് ഈ 16-17% എന്നുള്ളത് കൂടുതൽ അതിന് കുറച്ചുകൂടെ കൂട്ടാനായിട്ട് പറ്റും. ചെടിക്ക് ന്യൂട്രിയൻ്റ് എടുക്കാനുള്ള ഒരു അളവിന് കൂട്ടാനായിട്ട് പറ്റും. ചെടി നടുന്ന സമയത്ത് ഈ ഫാം ഗോൾഡ് പോലുള്ള വളങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ നെല്ല് പച്ചക്കറിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെടിയുടെ ഒരു പെട്ടെന്നുള്ളൊരു വളർച്ച, ആ ഒരു ചെറിയ സ്റ്റേജിൽ, സാധാരണ ആ സ്റ്റേജ് മെല്ലെയാണ് വരുന്നത്. ആ സ്റ്റേജിൽ അതിൻ്റെ വളർച്ച നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ചെടിയുടെ വളർച്ച പോകുന്നത്. ഒരിക്കലും ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് പോകുന്നത്. ആ ഒരു സമയത്ത് ചെടി ഒന്ന് ക്ഷീണിക്കും. ആ ഒരു ക്ഷീണം കുറയ്ക്കാനായിട്ട് പറ്റും. അതായത് ചെടിക്ക് നല്ലവണ്ണം ന്യൂട്രിയൻ്റ് എടുത്ത് പെട്ടെന്ന് വളരാനായിട്ട് പറ്റും. അപ്പോൾ അതിന് സഹായിക്കുന്നൊരു വളമാണ് ഫാം ഗോൾഡ്. നിങ്ങളെല്ലാം കുറച്ച് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക, നല്ലോണം ചെയ്യുക. ഈ ഏതെങ്കിലും വളങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ വളത്തിന് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫ് ഇവിടെ ഉണ്ട്, പുള്ളിയുടെ നമ്പർ ഇവിടെ കൊടുത്തേക്കാം. പുള്ളി വഴി കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ബേസിക്കായിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം. വളങ്ങളെക്കുറിച്ചാണെങ്കിൽ കൃത്യമായിട്ട് പറയാം. അതെല്ലാം നിങ്ങൾക്ക് മരുന്നുകളെക്കുറിച്ചോ കീടനാശിനികളെക്കുറിച്ചോ അറിയണമെങ്കിൽ എനിക്കറിയുന്നത് ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഞങ്ങൾ ടെക്നിക്കൽ പേഴ്സൺ ഉണ്ട്, പുള്ളിയോട് ചോദിച്ചിട്ട് ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്തുതരാം. എന്തെങ്കിലും ഡൗട്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.
ഞാൻ പറഞ്ഞ ഈ പ്രൊഡക്റ്റുകൾ നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. 1345, പിന്നെ ബയോടെൻറ്റിൻ, ഫാം ഗോൾഡ്, ഇത് സെട്രൈറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ സോയിൽ കണ്ടീഷണർ. ഇത് ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ എല്ലാം പെട്ടെന്ന് നമുക്ക് വാട്ടർ സോളുകൾ ആക്കാനൊന്നും ഞാൻ പറയുന്നില്ല, കാര്യം എല്ലാവർക്കും പ്രാക്ടിക്കൽ. പക്ഷേ ഇത് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന വളരെ വലിയ വിലയൊന്നും ഇല്ലാത്ത സാധാരണ രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ്. ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് കോസ്റ്റ് കൂടില്ല. നമ്മൾ ഒരു മണ്ണിലിടുന്ന ഒരു 25 കിലോ ഇടുന്ന സമയത്ത് നമുക്കൊരു ഏക്കർ കവർ ചെയ്യുമ്പോൾ 100 ഗ്രാമോ ആ രീതിയിലുള്ള വളങ്ങൾ മതി. ആ ഒരു അളവിൽ തന്നെ നമുക്ക് കുറേ പൈസ ലാഭിക്കാൻ പറ്റും. നമ്മൾ ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നുള്ളവരാണെങ്കിൽ ചെറിയ പാക്കറ്റുകളൊക്കെ മേടിക്കുക, യൂസ് ചെയ്യുക. എന്നിട്ട് കുറച്ചുകൂടെ കൃഷി കൂടുതലാണെങ്കിൽ ചെയ്ത് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്പർ എന്ന് പറഞ്ഞു. നമ്പർ 78921 78921323335. സച്ചിനൊന്നാണ് പോയത്. 78921323335. ഇതെൻ്റെ നമ്പറാണ്. 78921323335. സച്ചിൻ. അതായത് ഈ വാട്ടർ സോളിബിൾ ഫെർട്ടിലൈസറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വെള്ളത്തിൽ ലയിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വളങ്ങളാണ്. അതായത് ഇപ്പം മാർക്കറ്റിലുള്ള വളങ്ങളുടെയൊക്കെ വെള്ളത്തിൽ ലയിക്കാനുള്ള കഴിവെന്ന് പറയുന്നത് 97 to 99% ആണ്. ഒന്നുണ്ട്. അതിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ യൂറിയ മണ്ണിലിടാൻ വേണ്ടിയുള്ള വളമാണ്. അത് നമ്മൾ വെള്ളത്തിൽ ലയിച്ചിട്ട് ഒഴിക്കുമ്പോൾ ഒന്ന് നമുക്ക് അതിന് കിട്ടുന്ന നൈട്രജൻ്റെ അളവ് കുറയും, കാര്യം എല്ലാം വെള്ളത്തിൽ ലയിക്കില്ല. പിന്നെ രണ്ടാമത് ഈ യൂറിയ പോലുള്ള വളങ്ങൾക്ക് ലീച്ചിങ് ലോസ് എന്ന് പറയും. അതായത് ഈ വെള്ളത്തിൽ ഒലിച്ചു പോകാനുള്ളൊരു പ്രശ്നമുണ്ട് യൂറിയ പോലുള്ള വളങ്ങൾ. അതാകുമ്പോൾ നമുക്ക് ഈ 16 to 17 എന്ന് പറഞ്ഞാൽ പിന്നെയും താഴോട്ട് പോകും. പിന്നെ നമ്മൾ ഈ മണ്ണിലിടുന്ന വളങ്ങൾ ഒരിക്കലും മണ്ണിലിട്ട്, ഞാൻ പറഞ്ഞില്ലേ, മണ്ണിലിട്ട് കഴിഞ്ഞാൽ ഒരു പീരീഡ് കഴിഞ്ഞ് ചെടി എടുക്കത്തുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൽ ചെന്ന് കുറച്ച് പ്രോസസ്സുകൾ നടക്കണം. ഇപ്പം നമ്മൾ യൂറിയ ആണെങ്കിൽ അത് നമ്മൾ അമോണിയാക്കൽ ഫോം എന്ന് പറയും. അതിനുള്ള നൈട്രജൻ്റെ ഒരു രൂപമാണ് അമോണിയ. അത് പ്രോസസ്സ് നടന്ന് നൈട്രേറ്റ് ആയി അങ്ങനെ കുറച്ച് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ചെടി എടുക്കുന്നത്. നമ്മൾ വെള്ളത്തിൽ ലയിക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളത്തിൽ ലയിച്ചിട്ട് പെട്ടെന്ന് ഈ കൺവേർഷൻ പെട്ടെന്ന് നടക്കും. അപ്പോൾ ഈ നൈട്രേറ്റ് ഫോമിൽ ആയിക്കഴിഞ്ഞാൽ നൈട്രജൻ ലോസ് ആവാനുള്ള കഴിവ് പെട്ടെന്ന് വരും. നമ്മൾ വെള്ളത്തിൽ കലക്കി കുറച്ച് നേരം വയ്ക്കുമ്പോൾ തന്നെ കുറേ നൈട്രജൻ വെള്ളത്തിൽ ലയിച്ച് പോകും, കുറേ അതിലുള്ള പാർട്ടിക്കിൾ പിടിച്ചു വയ്ക്കും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറയാം DAP പോലുള്ള വളങ്ങളുണ്ട്. അത് ഫോസ്ഫറസ് നമ്മുടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക മണ്ണിലും ഫോസ്ഫറസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ പല ആൾക്കാരും സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഫോസ്ഫറസ് ഭയങ്കര കൂടുതലാണ്, അപ്പം എനിക്ക് ഫോസ്ഫറസിൻ്റെ വളം വേണ്ടാന്ന് പറഞ്ഞ് ലിസ്റ്റ് എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിലൊരു കുഴപ്പമെന്ന് വെച്ചാൽ എല്ലാ മണ്ണിലുള്ള എല്ലാം ചെടി എടുക്കില്ല. ഇപ്പം നമ്മുടെ മണ്ണിൻ്റെ വേറൊരു പ്രത്യേകതയാണ് അലൂമിനിയം, സിലിക്കേറ്റ് പോലുള്ള മിനറലുകൾ നമുക്ക് ഭയങ്കര കൂടുതലാണ്. നമ്മുടെ മണ്ണിൽ എപ്പോഴും ഈ ഫോസ്ഫറസ് ഈ അലൂമിനിയം അങ്ങനത്തെ മിനറൽസുമായിട്ട് ക്ലബ് ചെയ്തിട്ട് അലൂമിനിയം ഫോസ്ഫേറ്റ്, അലൂമിനിയം സിലിക്കേറ്റ് അങ്ങനെയാണ് നിൽക്കുന്നത്. അതൊരിക്കലും ചെടിക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഫോസ്ഫറസ് കൊടുത്തേ പറ്റില്ല. അത് നമ്മൾ വാട്ടർ സോളുകൾ കൊടുക്കുമ്പോൾ വെള്ളത്തിൽ ലയിച്ചിട്ട് ചെടിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. നമ്മൾ യൂറിയൊക്കെ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കുമ്പോൾ ഒന്നെന്ന് പറഞ്ഞത് അളവ് കുറയും. പിന്നെ ചെടിയെന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ അറിയത്തില്ല. നമ്മളിപ്പോൾ 2 കിലോ DAP എടുത്ത് കലക്കുന്നു, ആ വെള്ളത്തിൽ ഫോസ്ഫറസ് എത്ര ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു വാട്ടർ സോലുബിൾ ഫെർട്ടിലൈസർ ആണെങ്കിൽ ഇത്ര ഗ്രാം നിങ്ങൾ ഇത്ര വെള്ളത്തിൽ കലക്കിയാൽ അതിൽ ഇത്ര ഫോസ്ഫറസ് കാണുമെന്ന് ആ പാക്കറ്റിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഡോസേജ് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു ഇപ്പം 2 ml 1 ലിറ്റർ ഉണ്ട്, അങ്ങനെ ഒരു കൃത്യം ഡോസേജ് ഉണ്ട് ഡൈല്യൂട്ട് ചെയ്യുന്നത്. ആ ഡോസേജ് ഒരിക്കലും നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ യൂറിയ പോലുള്ള വളങ്ങൾ മിക്സ് ചെയ്താൽ പറയാൻ പറ്റില്ല. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഒരിക്കലും യൂറിയ ഒന്നും വെള്ളത്തിൽ അത് യൂസ് ചെയ്യുക, അത് നമ്മൾ നീമ ബോൾമീലൊക്കെ യൂസ് ചെയ്യുക, അതിന് പ്രശ്നമില്ല. അത് കാര്യം നമ്മൾ മണ്ണിലാണ് ഒഴിക്കുന്ന ഒന്നാമത്തെ കാര്യം. പിന്നെ അതിലുള്ള നൈട്രജനും ഫോസ്ഫറസും ഒക്കെ വളരെ കുറച്ച് അംശമുണ്ട്. അത്
വലിയ ലോസ് ആവാൻ വേണ്ടിയുള്ള ഒരു ക്വാണ്ടിറ്റി ഇല്ല, അതുകൊണ്ട് അത് കിട്ടിക്കോളും, അത് കുഴപ്പമില്ല. ബോൺ മീൽ, മീൻ കേക്ക് ഇതൊക്കെ നമ്മൾ വെള്ളത്തിയിട്ട് എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അത് നല്ലത് തന്നെയാണ്. അത് മീൻ കേക്കൊക്കെ വെള്ളത്തിയിട്ട് നമ്മൾ ചിലപ്പോൾ സ്പ്രേ ഒക്കെ ചെയ്യാറുണ്ട്, അത് വളത്തിൻ്റെ സുഖമല്ല, നമ്മൾ അത് ഈ കീടങ്ങളൊക്കെ തടയാനുള്ള ഒരു എബിലിറ്റി അതിനുണ്ട്, അതിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് കളർ മാറി വരും. അത് ശരി, കളർ മാറുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ റിഫൈനിങ് പ്രോസസ് എന്ന് പറയുന്നത്. അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, കാര്യം രണ്ടിലുമുള്ള ഫോസ്ഫറസ് കണ്ടന്റ് ഏകദേശം ഒരുപോലെ തന്നെയാണ്. അത് ഈ പ്രോസസ്സ് ചെയ്യുന്നിടത്താണ്. അതായത് ഇപ്പം പല വളങ്ങളും, ബാക്കി വളങ്ങളല്ല ഞാൻ പറയുന്നത്, അതായത് ഈ കമ്പനി വളങ്ങളുണ്ട്, വേറെ വളങ്ങൾ, കോംപ്ലക്സ് വളങ്ങൾ, അതിന് കളർ മാറുന്നതനുസരിച്ച് അതിന് കൃത്യമായിട്ടുള്ള എഫക്റ്റ് ഉണ്ട്. DAP, പൊട്ടാഷ്യം ഉള്ള വളങ്ങൾക്ക് റിഫൈനിങ് പ്രോസസ്സ് നടക്കുന്നതനുസരിച്ചാണ് അതിൻ്റെ കളർ മാറുന്നത്. ബ്ലാക്ക് പൊട്ടാഷ്യം ഇട്ടെന്നും പറഞ്ഞ് വൈറ്റ് പൊട്ടാഷ്യൻ്റെ അത്ര ഒരു ക്വാളിറ്റി വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഏകദേശം ഒരുപോലെ തന്നെയാണ്. പിന്നെ റിഫൈനിങ് പ്രോസസ്സ് നടക്കുമ്പോൾ പെട്ടെന്ന് ന്യൂട്രിയൻ്റ് എടുക്കാൻ പറ്റും. റിഫൈനിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ഒന്ന് കളർ മാറാനും ഇത് ന്യൂട്രിയൻ്റ് അവൈലബിലിറ്റി കിട്ടാനൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. ചെറിയൊരു വ്യത്യാസം കാണും, പക്ഷെ അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇതാണ്. അതായത് ഇപ്പോൾ വെള്ള പൊട്ടാഷ്യം എല്ലാം അത് ഉപയോഗിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ മണ്ണിലിടുന്ന ഫോസ്ഫറസിന് ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവ് അത്ര ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഫോസ്ഫറസൊക്കെ ആ ഒരു ടൈമിൽ ചെറിയ അത്ര സ്ട്രെസ്സിൽ എടുക്കില്ല. എടുക്കുന്ന എബിലിറ്റിയൊക്കെ കറക്റ്റായിട്ട് ഫോസ്ഫറസ് ചെയ്യണമെങ്കിൽ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പൂവൊക്കെ വരാനും കായയുടെ ക്വാളിറ്റി കൂടാനും ഒക്കെ സ്പ്രേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ പ്ലാവുണ്ട് വീട്ടില്, അതിന്റെ ചക്ക ഈ വലുപ്പമാകുമ്പോൾ ബ്ലാക്ക് കളറായിട്ടൊക്കെ കൊഴിഞ്ഞു വരും. അത് ഫംഗലസ്, ഫംഗസ്, ഒരു കറുത്ത ഒരു കൂടാണൊക്കെ തന്നെ പൂപ്പലണൊക്കെ വരുന്നത്. അത് മരുന്നാണ് ചെയ്യേണ്ടത്. ഞാനത് മരുന്ന് ഞാൻ മരുന്ന് റെക്കമെൻഡ് ചെയ്യുന്ന ആളല്ല, ഞാൻ ചെയ്യില്ല. ഞാനത് തിരക്കിയിട്ട് പുള്ളിയുടെ കൊടുത്തു, ടെക്നിക്കൽ പേഴ്സൺ പറഞ്ഞു. കാര്യം ഞാൻ മരുന്ന് റെക്കമെൻഡ് ചെയ്യുന്ന ആളല്ല, ചെയ്തോടെ. അതും ഫംഗൽ അസുഖമൊന്നുമില്ല. ഇതിനാണോ, നമ്മുടെ മുളകിനാണോ? ഈ വെള്ളീച്ചൊക്കെ ഞാൻ പറഞ്ഞ പോലെ നീവ് നല്ലൊരു വെള്ളത്തിൽ ഡിസ്പ്ലേ ചെയ്യുക, അത് പരിധി വരെ കുറയ്ക്കും. നമുക്ക് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ഏരിയ ഉണ്ടാവും കൃഷി. അപ്പോൾ ഞാൻ മരുന്ന് ഞാൻ പറഞ്ഞു ഇതിനോട് പറഞ്ഞു. ഇതിനൊക്കെ ഞാൻ പറഞ്ഞില്ല, ഈ 13-45 ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കൂ. അസുഖം മാറുന്നല്ല ഞാൻ പറയുന്നത്, അതിന് വരുന്ന ഡാമേജ് നല്ലോണം കുറയും. ശരിക്കും വരുന്ന ഡാമേജ് നല്ലോണം കുറയും. ഒരിക്കലും വളങ്ങൾ അസുഖമായിട്ടില്ല, അത് ഞാൻ പറയില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ അതേ ലോജിക്കാണ്, നമ്മൾ നല്ല ആഹാരം കഴിച്ച് ഹെൽത്തിയായിട്ട് നിന്ന് അസുഖങ്ങളെ ചെറുക്കാനുള്ള കഴിവുള്ളൂ. വേറെന്തെങ്കിലും മെച്ചിനെ ചോദിച്ചതല്ലേ? അത് രണ്ട് റീസണാണ് അതിനുള്ളത്. ഒന്ന്, നമ്മുടെ മണ്ടയിൽ വരുന്നൊരു അസുഖമുണ്ട്, ടൈക്കോസോറയുടെ ഒരു അസുഖമുണ്ട്. ആ അസുഖം കൊണ്ടാണെങ്കിൽ അതിന് നമ്മൾ മരുന്ന് സ്പ്രേ ചെയ്യണം. അല്ലെങ്കിൽ ഈ ബോറോൺ എന്ന് പറയുന്ന ഒരു ന്യൂട്രിയൻറ്റിൻ്റെ കുറവ് കൊണ്ട് വരാം. ആ വേരിനൊരു ബോറോണ് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് 5 ml 100 ml വെള്ളത്തിൽ കലക്കിയിട്ട് റൂട്ട് ഫീഡിങ് എന്ന് പറയുന്നത് നമ്മളൊരു പ്ലാസ്റ്റിക് കവറിലിട്ട് കെട്ടി വയ്ക്കണമെങ്കിൽ അത് നല്ലൊരു മെത്തേഡാണ്. നല്ലോണം ഉണ്ടാക്കുന്നത് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ അതിന് മുമ്പ് ഈ പൈക്കോർ അസുഖമാണെന്ന് പറഞ്ഞു, ഈ മണ്ടയ്ക്ക് എന്തെങ്കിലും അതിൻ്റെ കനം കുറയുന്നതായിട്ടോ അല്ലെങ്കിൽ വെച്ച് കഴിച്ചിട്ട് പ്രായമായി കഴിഞ്ഞാൽ ഒരു 2 മാസം കഴിഞ്ഞിട്ട് ആ വീഴുന്ന മച്ചിനിക്ക് എന്തെങ്കിലും കളർ വ്യത്യാസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് സാധാ മച്ചിനില്ല. അപ്പോൾ ബോറോണാണ്, ബോറോണിൻ്റെ കുറവാണ്. മറ്റേ അസുഖമാണെങ്കിൽ ആ വെള്ളത്തിൽ എന്തെങ്കിലും കളർ, ഇത് ബോറോണിൻ്റെ വിഷയം. അല്ലെങ്കിൽ റൂട്ട് ഫീഡിങ് എന്ന് പറയും, വെയിലൂടെ കൊടുക്കണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അത് നമ്മൾ കിളച്ചെടുക്കണം. ഈ നമ്മുടെ പെൻസിലില്ലേ, അതിൻ്റെ സൈസുള്ള റൂട്ട് കിട്ടും. നമ്മളൊരു 30-45 സെൻറ്റിമീറ്റർ മൂക്കിൽ മാറി കളച്ചാണ് പെൻസിലിൻ്റെ കനമുള്ള ആ വയലിൽ വേണം കൊടുക്കാൻ. നമ്മൾ അറ്റത്തും പോകരുത്, അടുത്തും എടുക്കണം. അതൊന്ന് ട്രൈ ചെയ്തു, 2-3 മൂട്ടിലൊന്ന് ട്രൈ ചെയ്തു. അസുഖം ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇപ്പം പറയാം. മച്ചിങ്ങ വീഴുന്നതിന് നമ്മൾ മച്ചിങ്ങ എടുക്കുന്നതിൻ്റെ ആ ഒരു അടത്തിൽ മുകളിലുള്ള ഒരു കവറില്ല, അത് മാറ്റി നോക്കുമ്പോൾ ഇതിൽ കളർ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ അത് അസുഖമാണ്. അല്ല തനിയെ കൊയ്യാണെങ്കിൽ അത് ബോറോൺ എന്ന് പറയുന്ന ഒരു വളത്തിൻ്റെ വളമാണ്. അതിൻ്റെ
അത് വേറെ ചെടിയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യാൻ പറയും, അത് പറ്റില്ല, വീട്ടിലേ കൊടുക്കുക. വേറെ എന്തെങ്കിലും ഉണ്ടോ? ജാതി കായ കുറവാണ്. അതിന് എന്താ വളം കൊടുക്കുന്നത്? ഒരു നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഞാനൊരു വളം പറഞ്ഞു തരാം, അതൊന്ന് ചെയ്ത് നോക്കും. ഈ വരുന്ന വളം ഇപ്പം നമുക്ക് നോക്കാം, അടുത്തതിനോട് ചെയ്യാം.